5 ദിവസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് പരസ്യ പ്രചരണങ്ങൾ വൈകുന്നേരം 6 മണിയോടുകൂടെ സമാപിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും എല്ലാം പ്രവർത്തകർ ഇന്ന് ഒരുമിച്ച് ചേരുകയാണ് പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് KJ ഷൈൻ ടീച്ചർ ഇവിടെ പ്രഖ്യാപിച്ച സമയം മുതൽ ഈ മണ്ഡലത്തിലാകെ വലിയ സ്വീകാര്യത നേടിയ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഈ മണ്ഡലത്തിന് യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്താത്ത ഒരു അനുഭവമാണ് നമുക്കുണ്ടായിരുന്നതെങ്കിൽ ഈ വരാൻ പോകുന്ന നാളുകളിൽ സഖാവ് KJ ഷൈൻ ടീച്ചർ രാഷ്ട്രീയത്തിനതീതമായി ജാതിമത കക്ഷി വിഭാഗങ്ങൾക്ക് അതീതമായി മുഴുവൻ ആളുകളുടെയും പിന്തുണ നേടാൻ കഴിയാവുന്ന രൂപത്തിലുള്ള വലിയ മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിലാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിലൂടെ നേടിയിട്ടുള്ളത്. ആവേശോജ്വലമായ കലാശക്കൊട്ടിനാണ് പള്ളുരുത്തി സാക്ഷ്യം വഹിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഒരിടത്തും കാണാത്ത രീതിയിലുള്ള വമ്പിച്ച കോൺഗ്രസിന്റെ UDF-ന്റെ സഹപ്രവർത്തകരുടെ ഒരു വമ്പിച്ച മുന്നേറ്റമാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആബാലവൃദ്ധം ജനത കച്ചേരിപ്പടി ജംഗ്ഷനിൽ ഹൈബി ഈഡനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് UDF നടത്തുന്ന ഒരു വമ്പിച്ച മുന്നേറ്റം പള്ളുരുത്തി മേഖലയിൽ കാണുവാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് അതിശക്തമായി പറയുവാൻ കഴിയും, പള്ളുരുത്തി മേഖലയിൽ ഹൈബി ഈഡൻ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നണിക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുവാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സഖ്യം എറണാകുളം പാർലമെന്റിലേക്ക് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ ഇടതും വലതും മുന്നണികൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ NDA സഖ്യം ശക്തമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള പോരാട്ടം നടത്തിയ രാജ്യത്തിൻ്റെ വികസനവും അതേപോലെ തന്നെയുള്ള പുരോഗതിയും എല്ലാം ലക്ഷ്യമാക്കി ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ പാർട്ടി പള്ളുരുത്തി മണ്ഡലം കമ്മിറ്റി ഒപ്പം NDA മുന്നണിയും വലിയ അടുക്കൻ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തി സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വരും നാളുകൾ NDA മുന്നണിയുടേതാണെന്നുള്ള ഉത്തമ ബോധ്യം ജനങ്ങൾക്കുണ്ട്, വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണനാണ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം മികച്ച വാഗ്മിയും അതുപോലെ തന്നെ വലിയ സംഘാടക മികവിനും ഉടമയാണ്. അദ്ദേഹം വിജയിച്ചു വന്നാൽ
എറണാകുളം പാർലമെന്റിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയിക്കുമെന്നുള്ള വിശ്വാസം പാർട്ടി പ്രവർത്തകർക്കും. ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിരകളിലേക്ക് ആലമാലകൾ തീർത്തുകൊണ്ടാണ് ഇന്ന് പള്ളുരുത്തിയിൽ അതിമനോഹരമായ രീതിയിൽ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും പ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൊട്ടിക്കലാശത്തിന് വേദിയൊരുക്കിയത്. ഇന്ന് എല്ലാവരും കൃത്യം 6 മണിക്ക് തന്നെ ഇവിടെ നിയമപാലകർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരെയും ഈ പ്രദേശത്ത് നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ കണ്ടുമുട്ടുവാനായിട്ടുള്ള ആ ഒരു ആവേശം ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കൊട്ടിക്കലാശം നടത്തി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്.